সভা থাকে, তাদের একটা ভাগ থাকে, সেই রীতিতে যে খ্রিস্ট যে মণ্ডলী বলা হয় যাকে, বা সভা যাকে বলা হয়, সেই সভার সঙ্গে তুলনা করা হচ্ছে। কিন্তু এই সভার যে যে প্রধান, যেভাবে আমাদের সাংসদের বিভিন্ন থাকে না, তো এই সভা যখন হচ্ছে একটা স্বর্গীয় স্থান থেকে দেখা হলে এটা সেই মন্ত্রিসভা যার মন্ত্রী হচ্ছে প্রভু যীশু নিজে, যাকে অদ্ভুত এবং আশ্চর্য মন্ত্রী বলা হয়। হালেলুয়া, আমেন। ഞാൻ ഒന്നുകൂടെ ചുരുക്കി ശരിക്കും ഒന്നുകൂടെ പറയാം, ആമേൻ. കാരണം ഷോർട്ടായിട്ട് പറയാൻ ശ്രമിക്കാം. യെസ്, ആമേൻ, താങ്ക് യു. എനിക്കത് മനസ്സിലായി, അതുകൊണ്ടാണ്. ഓക്കെ. ഒരു ഇന്ത്യയുടെ പാർലമെന്റ് അത് രണ്ട് സഭകൾ ചേർന്നാണ്, ലോകസഭയും നിയമസഭയും, লোকসভাയും রাজ্যসভাയും। আমাদের ভারতের যে রাজ্যে দুটো তোমার সভা, একটা লোকসভা এবং বিধানসভা যাকে বলে। ശരി, സ്റ്റേറ്റിന്റെ ആണെങ്കിൽ വിധാനസഭയാണ്। ওকে, রাজ্যসভা, লোকসভা এবং রাজ্যে হচ্ছে বিধানসভা। സ്റ്റേറ്റിനാണെങ്കിൽ അങ്ങനെയാണ്. ഓക്കെ, ഇതൊരു സഭ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത്. ഈ ഇന്ത്യ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സ്ഥാപിക്കപ്പെട്ട, നിയമങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട ഒരു 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 സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു 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 ഭരണഘടനയിൽ അടിസ്ഥാനപ്പെട്ട ഇന്ത്യയുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. আমেন। কনস্টিটিউশনাল ইনস্টিটিউশন। ভারতের যে সমস্ত যে নিয়ম কানুন আছে, বা যে সংবিধানের যে সমস্ত নিয়ম, যেটা তোমার সংসদে সেখানে মানে পার্লামেন্টে যে তার নিয়ম লাগু করা হয়, সেইভাবেই ঈশ্বরের রাজ্যের যে এই সভা যে বলা হয় বা মন্ডলী বলা হয়, এটা হচ্ছে ঈশ্বরের রাজ্যের সেই সংবিধানের পার্লামেন্ট। আমেন। ഹല്ലേലൂയ. അതുപോലെ സ്വർഗത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്ക് നിയമത്തിന്റെ അനുസരിച്ച്, മീൻസ് പുതിയ നിയമം അനുസരിച്ച്, ഒരു ഭരണഘടന എന്ന പോലെ, ഒരു നിയമം എന്ന പോലെ ന്യൂ ടെസ്റ്റമെന്റ്, അതൊരു ആ നിയമം അനുസരിച്ച് ക്രിസ്തുയേശുവിന്റെ രക്തത്തിന്റെ നിയമത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് ക്രിസ്തു സഭ അഥവാ দৈবসভা। আমেন। সেইভাবে খ্রিস্ট যিশুতে যে নতুন নিয়মের, যেভাবে নতুন নিয়মের যে নিয়ম আছে, সেই নিয়ম অনুসারে খ্রিস্ট যিশুর রক্ত দ্বারা যে নিয়ম স্থাপিত হয়েছে এবং সেই নিয়মের দ্বারা যে সভা গঠিত হয়েছে, সেই সভাকে বলা হচ্ছে ঈশ্বরের সভা বা খ্রিস্ট সভা। ഇപ്പൊ രാജ്യത്തിന്റെ ആണെങ്കിൽ, ഇന്ത്യയുടെ ആണെങ്കിൽ, ആ ലോക്സഭയിലൊക്കെ ജയിച്ചിരിക്കുന്ന, നിയമസഭയിലാണെങ്കിൽ, മീൻസ് വിധാനസഭയിലാണെങ്കിൽ ജയിച്ചിരിക്കുന്ന ആ എംഎൽഎമാരിൽ നിന്നാണ് പ്രൈം മിനിസ്റ്ററും മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ চিফ মিনিস্টার মিনিস্টার্স ഉണ്ടാവുന്നത്। যেভাবে ওই রাজ্যের একটা ভোট হওয়ার পরে সেখানে এমএলএ তারা জিতার পরেই তারাই তো পরের দিকে মুখ্যমন্ত্রী বা প্রধানমন্ত্রী বা বিভিন্ন মন্ত্রী পদে যেভাবে অংশগ্রহণ করে, അതുപോലെ അധികാരമുള്ള ഒരു പാർലമെന്റിലെ സഭ എന്ന പോലെ, വിധാനസഭ എന്ന പോലെ, ക്രിസ്തുവിന്റെ ചർച്ച് അഥവാ കൂട്ടായ്മ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു വിധാനസഭ എന്ന പോലെ, ലോക്സഭ എന്ന പോലെ ആണ്. അതിൽ നിന്ന് ശുശ്രൂഷയ്ക്കായി വിളിച്ചവരാണ് മന്ത്രിസഭയിൽ ഇതുപോലെ മിനിസ്റ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നത്। আমেন। সেই রীতিতে ঈশ্বরের যে এই মণ্ডলীতে, এই মণ্ডলীর যে সবাই এক জায়গায় আছে, তাদের মধ্য থেকে ঈশ্বরের সেবার জন্য কিছু জনকে মানে আলাদা করে তাদেরকে প্রভুর সেবা কার্যে নিয়োগ করা হয়। അതുകൊണ്ടാണ് ശുശ്രൂഷകരെ വിളിക്കുന്നത് മിനിസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്। সেই জন্যই সেবক বা প্রভুর দাস বা মিনিস্টার, অ্যাকচুয়ালি ইংলিশে প্রভুর দাসকে মিনিস্টার বলা হয়। ഹല്ലേലൂയ, ആമേൻ. ഇത് ശുശ്രൂഷകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അതിന് ഓഫീസ് ഉണ്ട്। যদি প্রভুর সেবকদের কথাকে ধরা হয়, তাদের এক একটা অফিস থাকে। അതുപോലെ
നമ്മുടെ രാജ്യത്ത് നോക്കിയാൽ മന്ത്രിമാർക്കൊക്കെ ഒരു ഓഫീസ് ഉണ്ട്. അതുപോലെ আমার রাজ্যের যে সমস্ত মন্ত্রীরা আছে তাদের প্রত্যেকটা মন্ত্রীর এক একটা অফিস আছে। നമുക്ക് ഒരു ഓഫീസ് ഉണ്ട്, നമ്മുടെ ഇൻസൈഡിൽ ഒരു ഓഫീസ് ഇരിപ്പുണ്ട്. আমেন। সেই রীতিতে আমাদেরও এক একটা অফিস আছে, কিন্তু এই অফিস বাইরে নয়, এই অফিস ভিতরে। হালেলুয়া। ഹല്ലേലൂയ. ആ ഓഫീസിനെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, നല്ല എല്ലാ കാര്യം നന്നായിട്ട് അറിയാവുന്ന, നന്നായിട്ട് ചെയ്യിപ്പിക്കുന്നവരാണ് പരിശുദ്ധ ആത്മാവ്, ദി ഹോളി സ്പിരിറ്റ്. আমেন। এবং এই অফিসে ভালোভাবে কাজ যে করে বা কাজ যে করে, যে সবকিছুকে জানে, সে হচ্ছে পবিত্র আত্মা, যিনি আমাদের ভেতরে থেকে আমাদের দ্বারা সবকিছু করায়। ഹല്ലേലൂയ. Amen. അതുകൊണ്ട് ദൈവോത്തരന്മാരാ ദൈവസഭയിലുള്ളവരെ, সেই জন্য ঈশ্বরের সন্তানরা বা ঈশ্বরের সভা বা ঈশ্বরের মণ্ডলীরা, മെമ്പർ ഓഫ് ചർച്ച് എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെന്റ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ്, അതിനേക്കാളും പവർഫുൾ ആണ്. আমেন। চার্চের মেম্বার যে বলা হয়, অ্যাকচুয়ালি তাকে সঠিক ভাষায় বলতে হলে যে পার্লামেন্টের মেম্বার, അതൊക്കെ പാർലമെന്റ് മെമ്പർക്ക് അതൊക്കെ മേലെയാണ്, അതിനേക്കാൾ ഉയർന്ന പൊസിഷനാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും. Amen. আমেন আমেন। পার্লামেন্টের যে বা মেম্বার হয়, তার যে যে পদ আছে, সেই পদের থেকে অনেক বড় উন্নত পদে প্রভু তোমাকে আমাকে রেখেছে। കിങ്ഡം ഓഫ് ഗോഡ് ഈ ലോകത്തുള്ള ഏത് കിങ്ഡത്തെക്കാളും ഏത് രാജ്യത്തെക്കാളും ദൈവരാജ്യം അതിനേക്കാൾ ഉയർന്ന തലത്തിലേക്കാണ്, അതിന്റെ മുകളിലാണ് ഭരണമായിട്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകുമ്പോഴാണ്, അത് നമ്മൾ വർക്കൗട്ട് ആകുമ്പോഴാണ് അതിനെ, നമ്മുടെ ദൈവരാജ്യത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്ത് ഈ രാജ്യത്ത് വെളിപ്പെടുത്താൻ സാധിക്കുന്നത്. আমেন। ঈশ্বরের যে রাজ্য, এই দুনিয়ার যত রাজ্য থাকুক না, সব থেকে শক্তিশালী রাজ্য হচ্ছে ঈশ্বরের রাজ্য। এটাকে যখন তোমরা জানতে পারবে এবং যে অফিস আছে সেই অফিসে যেভাবে যখন কাজ করা হয় সেইভাবে যখন তোমরা কাজ করতে পারবে, তো ঈশ্বরের রাজ্যে যেতে চাইবে, সেটাই এই রাজ্যে সম্ভব হবে। ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഇന്ത്യയുടെ മേലും ദൈവസഭയ്ക്ക് മീൻസ് കിങ്ഡം ഓഫ് ഗോഡിന് ഉള്ളിൽ നിന്ന് വെളിപ്പെടുമ്പോൾ, കിങ്ഡം ഓഫ് ഗോഡിന് ഈ ഇവിടെയുള്ള ഏത് കിങ്ഡത്തെക്കാളും മേൽ റൂൾ ചെയ്യാനുള്ള അതോറിറ്റിയും പവറും ഉണ്ട്. আমেন। হালেলুয়া। ঈশ্বরের রাজ্যের যে সভা আছে, ঈশ্বরের রাজ্যে মণ্ডলী আছে, সেই মণ্ডলী ঈশ্বরের রাজ্যে যেহেতু থাকার জন্য তার মহিমা যখন প্রকট হবে, ঈশ্বরের রাজ্য যে পাওয়ারফুল, তার সেই শক্তি এই দুনিয়াতে যে রাজ্য আছে, এই রাজ্যে, ঈশ্বরের রাজ্যে সেই শক্তি প্রকট হবে। ഹല്ലേലൂയ. ആമേൻ. ആമേൻ. আমেন। ലോകത്തിലെ ഏറ്റവും വലിയ ഭരണകൂടം എന്ന് പറഞ്ഞാൽ, ഭരണകൂടം എന്നുള്ള വാക്ക് മനസ്സിലായല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണകൂടം, ഭരണ സംവിധാനം, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്, ഏറ്റവും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളത് ചർച്ചാണ്, കിങ്ഡം ഓഫ് ഗോഡ് ആണ്. আমেন। এই দুনিয়াতে যত রকমের সরকার আছে, যত রকমের মানে মানে মন্ত্রিত্ব পদ আছে বা যত রকমের অধিকারী আছে, সব থেকে পাওয়ারফুল হচ্ছে ঈশ্বরের রাজ্য। ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ അതിശയകരവും ഭയങ്കരവുമായിട്ടാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തതും നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ക്രിസ്തുവിനെ പോലെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. আমেন। সেই জন্য তোমরা জানো, ঈশ্বর তোমাকে আমাকে আশ্চর্য রীতিতে ঈশ্বর তোমাকে আমাকে বানিয়েছে। তুমি আমি সাধারণ। ഹല്ലേലൂയ. ആമേൻ. ഭയങ്കര അതോറിറ്റിയാണ്. সেই জন্য খুব এটা খুব পাওয়ারফুল অধিকার তোমাকে আমাকে দিয়েছে। ലോകത്തുള്ള ഏത് രാജ്യത്തിന്റെ മേൽ അധികാരമുണ്ട്. কারণ এই দুনিয়াতে যে কোনো রাজ্যের উপরে ঈশ্বরের রাজ্যের অধিকার যে আছে, সেই অধিকার তোমাকে আমাকে দিয়েছে। സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും.
আমেন, আমেন, হালেলুয়া। সেই জন্য প্রভু তোমাকে আমাকে যে অধিকার দিয়েছে, স্বর্গ এবং এই ভূমিতে সমস্ত অধিকার তোমাকে আমাকে দিয়েছে। ഹാലലൂയ. സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യമായതിലും അദൃശ്യമായതിലും আমেন। স্বর্গতেও এই পৃথিবীতেও দৃশ্য দুনিয়াতে এবং অদৃশ্য দুনিয়াতে অধিকার তোমাকে আমাকে দিয়েছে। আমেন। ആത്മലോകത്തിലും ഭൗതിക ലോകത്തിലും আত্মিক দুনিয়াতে এবং এই ভৌতিক দুনিয়াতেও অধিকার তোমাকে আমাকে দিয়েছে। ഹാലലൂയ. സകല അധികാരവും সকল অধিকার, മുഴു അധികാരവും সম্পূর্ণ অধিকার, റൂളിംഗ് പവർ, শাসন করার ক্ষমতা, അതോറിറ്റി പവർ, অধিকারের যে ক্ষমতা, ডোমিনিয়ন পাওয়ার এবং রাজ করার যে ক্ষমতা, reigning power, এবং সমস্ত কিছুতে বৃদ্ধি করার যে শক্তি, healing power, এবং সুস্থতার যে শক্তি, abundance power, এবং সমৃদ্ধির যে শক্তি, amen, glorious power. এবং মহিমাতে পরিপূর্ণ সেই শক্তিকে, Hallelujah. praise the Lord, Amen. amen, 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 ഇത് amen. നമ്മുടെ ഇൻസൈഡിലുള്ളത്. ഇൻസൈഡിലേക്ക് കിങ്ഡമും ഇൻസൈഡിലേക്ക് അതോറിറ്റിയും പവറിനെ ഔട്ട്സൈഡില് ഇൻസൈഡ് ഔട്ട് ആക്കുക എന്നുള്ളതാണ് ദൈവസഭയിലൂടെ ദൈവമക്കളുടെ പ്രാർത്ഥനയും ദൈവമക്കളുടെ ചിന്തകളും അതായിരിക്കട്ടെ. এই এই সমস্ত কিছু তোমার আমার ভিতরে রাখা হয়েছে, এটাই তোমার চিন্তা, এটাই তোমার ভাবনা হয়ে, এটাকেই ধ্যান করে তোমার মন যখন পরিবর্তন হবে, তুমি জানতে পারবে যে তুমি সাধারণ নও। Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you. Thank you, Jesus. അതിന്റെ 7ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? এখানে 7 পদে বলছে যে তোমার আত্মাকে ছেড়ে আমি কোথায় যাব? സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ ഞാൻ ചെന്നെങ്കിൽ അവിടെ നിന്റെ ആത്മാവിനെ കണ്ടെത്തും. স্বর্গে গেলেও তুমি সেখানে, পাতালে গেলেও প্রভু তুমি সেখানে, তোমার আত্মাকে ছেড়ে আমি কোথায় যাব? ഹല്ലേലൂയ. ആ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവ്. সেই আত্মাকেই তোমাকে আমাকে দিয়েছে। হালেলুয়া, ഹല്ലേലൂയ. സ്വർഗത്തിലുള്ളതാണെങ്കിലും ഭൂമിയിലുള്ളതാണെങ്കിലും സമുദ്രത്തിലുള്ളതാണെങ്കിലും അതിന്റെ കീഴെയുള്ളതാണെങ്കിലും ഏതിനെയും എവിടെയുമുള്ള കയറി ചെല്ലുന്ന പരിശുദ്ധാത്മാവ് എവിടെ പോയി ഒളിച്ചാലും എത്ര മറിഞ്ഞിരിക്കുന്നതിനും വെളിപ്പെടുത്തുന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശു കർത്താവിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകിയത്. ചേർന്ന് നല്ലൊരു ആമേൻ പറഞ്ഞു. আমেন, আমেন, হালেলুয়া। স্বর্গতে হোক বা পৃথিবীতে হোক বা পাতালে হোক বা পাতালের নিচে হোক, যে কোনো জায়গায় যে প্রভুর আত্মা নেমে যেতে পারে, যেখানেই তুমি লুকিয়ে যাও না কেন, যে জায়গায় প্রভুর আত্মা পৌঁছাতে পারে, সেই আত্মাকে প্রভু তোমাকে আমাকে দিয়েছে। সবাই মিলে বলো আমেন। Amen. Hallelujah. Amen. Amen. Hallelujah. അതുകൊണ്ട് ഏതിനെയാണോ നമ്മൾ അടയ്ക്കേണ്ടത് അതിനെ അടയ്ക്കുവാനും ഏതിനെയാണ് തുറക്കേണ്ടത് അതിനെ തുറക്കുവാനുള്ള ആ അതോറിറ്റി, റൂളിംഗ് പവർ നമ്മൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമാറാകട്ടെ. আমেন, আমেন, হালেলুয়া। সেই জন্য তুমি কোনটাকে বাঁধবে, তুমি কোনটাকে খুলবে, তুমি যেটা বাঁধবে সেটা বাঁধা হবে, তুমি যেটা খুলবে সেটা খোলা হবে। হালেলুয়া। সেই শক্তি তোমার আমার ভিতরে প্রভু তোমাকে আমাকে দিয়ে দিয়েছে, এবং সেই শক্তি তোমার হৃদয় থেকে বাইরে প্রকট হোক যিশু নামে। আমেন, আমেন, আমেন। തുറക്കുവാനും അടയ്ക്കുവാനുള്ള അതോറിറ്റി, আর খোলার জন্য বন্ধ করার জন্য হোক, നിരോധിക്കുവാനും അനുവദിക്കുവാനുമുള്ള അതോറിറ്റി, নিষেধ করার বা অনুমতি দেওয়ার অধিকার, കെട്ടുവാനും അഴിക്കുവാനുള്ള അതോറിറ്റി, তাকে বেঁধে ফেলার বা খুলে দেওয়ার অধিকার, രോഗിയാക്കാനും സൗഖ്യമാക്കാനുള്ള അധികാരം, রোগী করার বা সুস্থ করার অধিকার, ദാരിദ്ര്യം അനുവദിക്കാനും സമ്പത്തിനെ അനുവദിക്കാനുള്ള അധികാരം,
ദരിദ്രতাকে অনুমতি দেওয়া বা সমৃദ്ധിকে অনুমতি দেওয়ার, ദാരിദ്ര്യത്തെ ബ്ലോക്ക് ചെയ്യുവാനും അതിനെ തടുക്കുവാനും സമൃദ്ധിയെ തുറക്കുവാനുമുള്ള അധികാരം. দরিদ্রতাকে দরজা বন্ধ করে সমৃদ্ধি দরজাকে খোলা, മരണത്തെ നിരോധിക്കുവാനും തടുക്കുവാനും ജീവനെ ഒഴുക്കുവാനുള്ള അധികാരം, ജീവൻ കൊടുക്കുവാനുള്ള അധികാരം. মৃত্যুকে নিষেধ করার এবং জীবনকে বইতে দেওয়ার অধিকার. ഹല്ലേലൂയ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവ് നിരോധിച്ചു, തടുത്തു, അടച്ചു, ആകാശത്തെ തുറന്നു വന്നു. അതുപോലെ ഈ രാജ്യത്ത് ഈ കാണുന്ന ഇങ്ങനെയുള്ള വൻ പ്രവൃത്തികളെ ചെയ്യുവാൻ, ദൈവത്തിന്റെ വചനത്തെ രാജ്യത്തെ ചർച്ചിനെ ബിൽഡ് ചെയ്തെടുക്കുവാനും, ഇവിടെ ഉള്ള ഇരുട്ടിന്റെ പ്രവർത്തികളെ താച്ചുടച്ച് രാജ്യത്തെ ജനത്തെ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക്, രാജ്യത്തിലേക്ക്, ഹെവനിലേക്ക് കൊണ്ടുവരുവാനും അതോറിറ്റി പവർ നിങ്ങളുടെ അകത്തുനിന്ന്, നിങ്ങളുടെ ചിന്തകളായിരിക്കട്ടെ, അത് നിങ്ങളെ ഭരിക്കട്ടെ, അത് നിങ്ങൾക്ക് വെളിപ്പെട്ടു. আমেন আমেন। এলিয়া আমাদের মতো সহভাগের মতো, আমাদের মতোই একটা সাধারণ মানুষ ছিল, কিন্তু তিনি আকাশকে বৃষ্টি না হওয়ার জন্য বন্ধ করে দিয়েছিল, বন্ধ হয়ে গেছিল। আকাশ থেকে বৃষ্টি পড়ার জন্য যখন অনুমতি দিয়েছিল তখন অনুমতি হয়েছিল। সেইভাবে ঈশ্বরের রাজ্যের আমাদের মধ্যে এই অধিকারকে দেওয়ার জন্য এই রাজ্যে কি ঘটবে এবং কি ঘটবে না সেই শক্তি তোমার আমার ভিতরে থাকার জন্য, এটাই তোমার চিন্তা, এটাই তোমার ধ্যান হয়ে তুমি তোমার রাজ্যে কি ঘটাবে কি ঘটাবে না, হালেলুয়া, সেই শক্তি তোমার ভিতর থেকে প্রকট হোক। ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഞാൻ ചെയ്തതൊക്കെ വൻ പ്രവർത്തനം ചെയ്യും. അതുകൊണ്ട് ഡെയിലി എപ്പോഴും പരിശുദ്ധാത്മാവിനെ നിറക്കണമേ സ്വീകരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ അത് ഒഴുകും, അത് ഈ রাজ্যতে ആത്മാവ് മൂടും. আমেন আমেন, হালেলুয়া। যেভাবে প্রভু যিশু বলেছিল, যখন তোমরা পবিত্র আত্মাকে পাবে, তোমরা পবিত্র আত্মার শক্তিকে পাবে। সেই জন্য সব সময় তোমার উঠা বসা, তোমার চলা ফিরাতে একটা প্রার্থনা সব সময় হোক যে পবিত্র আত্মা তুমি তোমাতে আমাকে পরিপূর্ণ করো, তোমাতে আমাকে পরিপূর্ণ করো, তোমাকে আমাকে ভরো, পবিত্র আত্মা আমাকে তুমি পরিপূর্ণ করো। যখন এইভাবে তুমি প্রার্থনা করবে, সেই শক্তিতে দিন প্রতিদিন তুমি ভরে গিয়ে সেই শক্তি যখন তোমার জীবন থেকে প্রকট হতে শুরু করবে, বইতে শুরু করবে, হালেলুয়া, তোমার দুনিয়াতে, তোমার রাজ্যে অদ্ভুত কাজকে তুমি দেখতে পাবে। ഹല്ലേലൂയ. നിങ്ങളുടെ അതിശയമാണ്, നിങ്ങളുടെ അത്ഭുതമാണ്, তোমরা একটা আশ্চর্য, তোমরা একটা অদ্ভুত, നിങ്ങളൊരു ദൈവത്തിന്റെ രാജ്യമാണ്, তোমরা এক একজন একটা ঈশ্বরের রাজ্য, നിങ്ങള് സ്വർഗീയ രാജാക്കന്മാരാണ്, സ്വർഗീയ പുരോഹിതന്മാരാണ്, তোমরা স্বর্গের রাজা এবং স্বর্গীয় রাজ্যের পুরোহিত তোমরা। ഹല്ലേലൂയ. നിങ്ങൾ പുതിയ നിയമത്തിന്റെ ക്രിസ്തു സഭ എന്ന അനുഗ്രഹീതമായ യേശുവിന്റെ രക്തത്തിലൂടെയുള്ള ജീവന്റെ ആത്മാവിന്റെ നിയമസഭയാണ്। তোমরা খ্রিস্ট যিশুতে ঈশ্বরের রাজ্যের সভা হওয়ার জন্য তোমরা খ্রিস্ট যিশুতে, যিশুর রক্তের দ্বারা নতুন নিয়মের সভা এবং নতুন সৃষ্টি। ആ രാജ്യത്തെ, നിങ്ങളുടെ അകത്തുള്ള രാജ്യത്തെ പുറത്തു കൊണ്ടൊരു പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കുകയാണ്। সেই রাজ্যের যে শক্তি তোমার ভিতরে আছে, সেই শক্তি বাইরে প্রকট হওয়ার জন্য প্রভুর আত্মা তোমাদেরকে শক্তিশালী করছে। നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ ചേർന്ന് സന്തോഷത്തോടെ আমেন বলে উৎসাহিত হয়ে এই বাক্যকে গ্রহণ করো, സന്തോഷത്തോടെ സന്തോഷത്തോടെ। ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് നമ്മുടെ അകത്ത് പുറത്ത് എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ അകത്ത് ഉള്ളതിലേക്ക് ശ്രദ്ധിക്കുക. അകത്ത് ആത്മാവിൽ വലിയ പീസ് നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ ദുഃഖകരമായ സാഹചര്യം നമ്മുടെ അകത്ത്
പരിശുദ്ധാത്മ സന്തോഷമുണ്ട്. നമ്മുടെ പെരുമാറ്റവും നമ്മുടെ മറ്റുള്ള ഇടപെടലെല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ റെസ്പെക്റ്റോടും കൂടിയാണെങ്കിൽ നമ്മുടെ അകത്തുള്ള ദൈവരാജ്യം വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് അവിടെ ശക്തമായി ശക്തീകരിക്കും. പിന്നത്തതിൽ അത് മിറക്കിൾസ് ഉണ്ടാവും. അതാണ് കിങ്ഡം വെളിപ്പെടുന്നത്. അങ്ങനെയാണ്. আমেন। আমাদের ভিতরে যে ঈশ্বরের শক্তি আছে, আমাদের ভিতরে যে যে সমস্ত অধিকার আছে, তাই তোমার বাইরের পরিস্থিতি হয়তো তোমার চিন্তা ভাবনার বাইরে হতে পারে, কিন্তু তোমার আমার ভিতরে এই শক্তি, এই অধিকার থাকার জন্য তোমার বিরোধীদের প্রতি যখন তোমার সম্মান, তাদের প্রতি যখন ভালো ব্যবহার হবে, তখন এই শক্তি তোমার ভিতর থেকে বাইরে প্রকট হবে। তাহলে তোমার বাইরের পরিস্থিতি বদলাবে এবং তোমার সেই বিরোধীও বদলে যাবে। ഹല്ലേലൂയ. ആമേൻ. എപ്പോഴും എല്ലാവരോടും സമാധാനത്തോടെയും, അതായത് സമാധാനം അനുഭവിച്ചിട്ട് സമാധാനത്തോടെ തന്നെ ഇടപെടുകയും സന്തോഷത്തോടെ അവരോട് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ നീതിയാണ്. നീതിയും സമാധാനം പരിശുദ്ധാത്മ സന്തോഷം, അതാണ് കിങ്ഡം. അപ്പോൾ അവിടെ പരിശുദ്ധാത്മ നിറവും കൂടെ വരികയാണെങ്കിൽ സൂപ്പർ നാച്ചുറൽ സംഭവിക്കും. আমেন, আমেন, হালেলুয়া। যদি তুমি তোমার জীবনে সুপার ন্যাচারালকে, অলৌকিককে তোমার জীবনে দেখতে চাও, তাহলে প্রত্যেকের সঙ্গে তুমি এভাবে ব্যবহার করার চেষ্টা করো, যেহেতু ঈশ্বরের সমাধান তোমার ভিতরে আছে, যেহেতু ঈশ্বরের শান্তি তোমার ভিতরে আছে। লোকের সঙ্গে যখন তুমি কথা বলো, তার সঙ্গে ব্যবহার করো, শান্তিপূর্ণভাবে ব্যবহার করো, সমাধানের সঙ্গে কথা বলো, তাহলে কি হবে? ঈশ্বরের রাজ্য যে হালেলুয়া, ধার্মিকতা, শান্তি এবং প্রভুর আত্মার যে আনন্দ, তাহলে সেই আনন্দ তোমার ভিতর থেকে প্রবাহিত হবে, অলৌকিককে দেখতে পাবে। Hallelujah. Praise God. Thank you, Jesus. Thank you, Holy Spirit. Thank you. ഈ സമയം തന്നെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും ഈ വചനത്താലും വചനത്തിന്റെ ശക്തിയാലും ആത്മാവിന്റെ ശക്തിയാലും അത് നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നന്ദി പറയുന്നു। আমেন। এই সময়ে প্রভুর আত্মা, প্রিয় পবিত্র আত্মা, তোমার এই বাক্যের দ্বারা, তোমার এই বাক্যের শক্তির দ্বারা আজ এখনই তোমার সন্তানদেরকে তুমি তোমার সেই শক্তিতে পরিপূর্ণ করছো। তার জন্য তোমাকে ধন্যবাদ জানাই। গ্রহণ করো সবাই মিলে। ഇന്ന് ഇതിനകത്ത് ഒരത്ഭുതം കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ദൈവാത്മ പറയാണ്, ഇപ്പോൾ നിന്റെ മേലൊരു അത്ഭുതം നടക്കുകയാണ്, നിന്റെ ഭാവനത്തിനകത്ത് ഒരു അത്ഭുതം നടക്കുകയാണ്। আমেন। আজকে এই মিটিং এ তুমি প্রবেশ করেছো একটা অদ্ভুতকে দেখার জন্য, একটা অদ্ভুতকে শোনার জন্য, কিন্তু আজ এখনই এই মুহূর্তে বাক্যকে যে তুমি গ্রহণ করছো, বাক্য যে তুমি শুনছো, তোমার উপরে সেই অদ্ভুত এই মুহূর্তে ঘটছে। আমেন বলে রিসিভ করো। യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കും। প্রভু যিশুর নামে আমি এদেরকে অনুগ্রহ করি। താങ്ക് യു ജീസസ്। നന്ദി പിതാവേ, യേശു നാമത്തിൽ തന്നെ। হালেলুয়া। ধন্যবাদ পিতা পরমেশ্বর, ধন্যবাদ প্রভু যিশু, প্রভু যিশু খ্রিস্টের নামে। আমেন। আমেন। হালেলুয়া। আমেন। আমেন। হালেলুয়া।